ഹലോ ഗമീസ്, അങ്ങനെ പരസ്പരം പോരാട്ടത്തിന് ശേഷം ടീം ഇന്ത്യ ഒന്നിച്ച് പോരാടാനിറങ്ങിയാണ്. അതിൽ ആദ്യത്തെ പോരാട്ടം അഫ്ഗാനിസ്ഥാനെതിരെയാണ്. ഈ ഒരു സീരീസിൽ ഒരു ടെസ്റ്റും 3 ഏകദിനങ്ങളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടെസ്റ്റ് മത്സരം വരുന്നത് ജൂൺ 6 മുതൽ മുള്ളൻപൂരിൽ വെച്ചാണ്. ഇതിനു മുൻപ് അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് 2018 ബാംഗ്ലൂരിൽ വെച്ച് നടന്ന മത്സരത്തിൽ 262 റൺസിന് അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമുള്ള ഒരു ട്രോഫി സെലിബ്രേഷനിൽ ഇരുവരും ഒപ്പം ചേർന്നാണ് അന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനെ കൂടെ ഇരുത്തിയാണ് ഇന്ത്യൻ ടീമും അന്ന് ചാമ്പ്യന്മാരുടെ ആ ഒരു ഫോട്ടോ പോസ്റ്റ് നടത്തിയത്. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡിലെ മറ്റ് ബാറ്റർമാരായിരിക്കും നോക്കിയാൽ സായി സുദർശൻ, അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലാണ് ബാറ്റർമാരായി വരുന്നത്. ഓൾറൗണ്ടേഴ്സായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, അതുപോലെ തന്നെ മാനസുത്തർ, ഹർഷ് ദുബെ എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ടിരുന്നത്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് KL രാഹുൽ, ഋഷഭ് പന്ത്, ധ്രുവ് ജോഡൽ എന്നിവരും. ബോളേഴ്സായിട്ട് മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണ, ഗുർനൂർ ബ്രാർ എന്നിവരാണ് ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഹർഷ് ദുബെ, അതുപോലെ തന്നെ ഗുർനൂർ ബ്രാർ, പിന്നെ മാനസുത്തർ എന്നിവർക്ക് ആദ്യത്തെ ടെസ്റ്റ് അനുഭവമായിരിക്കും. ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ഡിബറ്റ് മാച്ചായിരിക്കും ഈ ഒരു അഫ്ഗാനിസ്ഥാനെതിരുള്ളൊരു ടെസ്റ്റ് മാച്ച്. ICCയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാമതാണ്. അതായത് ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കൊക്കെ താഴെ 6ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ഈ ഒരു മത്സരം ജയിച്ചുകൊണ്ട് മാത്രം വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഇന്ത്യക്ക് വരുന്നത് ടെസ്റ്റ് മത്സരങ്ങൾ അധികമില്ല, കൂടുതലും ODIs-ഉം 2020s ആണുള്ളത്. അപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ചിലപ്പോൾ ഇന്ത്യ എത്തിയില്ലെന്ന് വരും. ഇന്ത്യക്കെതിരുള്ള അഫ്ഗാനിസ്ഥാൻ്റെ ടെസ്റ്റ് സ്ക്വാഡിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു നോക്കിക്കഴിഞ്ഞാൽ അഷ്മത്തുള്ള ഷഹീദി ക്യാപ്റ്റനായുള്ള ടീമിൽ റഹ്മാനുള്ള, അതുപോലെ തന്നെ റഹ്മത് ഷാ എന്നിവരാണ് മറ്റു ബാറ്റർമാരെ വരുന്നത്. ഓൾറൗണ്ടേഴ്സായിട്ട് അബ്ദുൾ മാലിക്, അസ്മത്തുള്ള ഉമർസായി, ഷറഫുദ്ദീൻ അഷ്റഫ്, നങ്ങേലിയ ഖരോട്ടെ എന്നിവരാണ് ഓൾറൗണ്ടേഴ്സായിട്ട് വരുന്നത്. അതുപോലെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് റഹ്മാനുള്ള, ഗുർബാസ്, അഫ്സർ സസായ്, ഇഖ്റാൻ അലിഖിൽ എന്നിവരാണ് വിക്കറ്റ് കീപ്പർ. പിന്നെ ബോളേഴ്സായിട്ട് കോയസ് അഹമ്മദ്, ബിലാൽ സമി, സൈർ റഹ്മാൻ, ഷരീഫി, മുഹമ്മദ് സലീം, സാഫി എന്നിവരാണ് അഫ്ഗാനിസ്ഥാൻ്റെ ബോളർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെ ആദ്യമായിട്ടൊരു ടെസ്റ്റ് മത്സരം ജയിക്കുക എന്നത് തന്നെയാണ് അവരുടെ ആ ഒരു ലക്ഷ്യം. പിന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് പട്ടികയിൽ 7 പോലും അഫ്ഗാനിസ്ഥാനില്ല. അപ്പോൾ ആ ഒരു ലക്ഷ്യം കണ്ടിട്ട് കാര്യമില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സീരീസിലെ ഏകദിന പരമ്പര തുടങ്ങുന്നത് ജൂൺ 13 മുതലാണ്. ജൂൺ 13 ധരംശാലയിലാണ് ആദ്യ ഏകദിന മത്സരം. 2ാം ഏകദിനം ജൂൺ 17 ലക്നൌവിലും, 3ാം ഏകദിനം ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലുമായിരിക്കും അരങ്ങേറുക. അങ്ങനെ ഈ ഏകദിന പരമ്പരയിൽ രോഹിത്തിനെയും കോഹ്ലിയെയും നമുക്ക് കാണാമെന്നിരിക്കെ പക്ഷേ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുകയാണ്. വിരാട് കോഹ്ലി ഇഞ്ചുറി ആയിട്ട് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഉണ്ടാവില്ല. പകരം മറ്റാരെങ്കിലും ആയിരിക്കും, ഒരു പക്ഷേ ഋതുരാജ് ഗെയ്ക്വാദോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും കോഹ്ലിക്ക് പകരം അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കുക. ശുഭ്മാൻ ഗിൽ തന്നെയാണ് ഇന്ത്യ ODI സ്ക്വാഡിന് ക്യാപ്റ്റനായി വരുന്നത്. മറ്റു ബാറ്റേഴ്സായിട്ട് ശ്രേയസ് അയ്യർ ഉണ്ട്, രോഹിത് ശർമ്മയുണ്ട്, പിന്നെ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. പക്ഷേ റിപ്ലേസ്മെൻറ്റ് വന്നേക്കും മറ്റാരെങ്കിലും ആയിരിക്കും. ഓൾറൗണ്ടേഴ്സായിട്ട് ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷ് ദുബെ എന്നിവരും. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് KL രാഹുലും ഇഷാൻ കിഷനും. ബോളേഴ്സായിട്ട് ഹർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണ, അതുപോലെ പ്രിൻസ് യാദവ്, ഗുർനീത് ബ്രാർ എന്നിവരുമാണ് ഇന്ത്യൻ ODI സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഗുർനീത് ബ്രാർ, പ്രിൻസ് യാദവ്, ഹർഷ് ദുബെ എന്നിവർ മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ അവരുടെ ഡിബറ്റ് മാച്ചായിരിക്കും. പ്രിൻസ് യാദവിനെ നമുക്കറിയാം ലക്നൌവിന് വേണ്ടി മികച്ച ബോളിംഗ് പഠനം നടത്തിയ ഒരു പ്ലെയറാണ്. വിരാട് കോഹ്ലിനൊക്കെ ഡെക്കിന് പറഞ്ഞയച്ച ഒരു ബോളറാണ് പ്രിൻസ് യാദവ്. അഫ്ഗാനിസ്ഥാൻ്റെ ODI സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ അഷ്മത്തുള്ള ഷഹീദി ക്യാപ്റ്റനായുള്ള ടീമിൽ ഇബ്രാഹിം സദ്രൻ, അതുപോലെ സിദ്ദിഖുള്ള അഡൽ, ഡാവിഷ് റസൂലി, റഹ്മത് ഷാ എന്നിവരാണ് ബാറ്റർമാരായി വരുന്നത്. ഓൾറൗണ്ടേഴ്സായിട്ട് അസ്മത്തുള്ള ഉമർസായി, റാഷിദ് ഖാൻ, നങ്ങേലിയ ഖരോട്ടെ, മുഹമ്മദ് നബി എന്നിവരും. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് റഹ്മാനുള്ള, ഗുർബാസ്, അതുപോലെ ഇഖ്റാൻ അലിഖിൽ എന്നിവരാണ് വിക്കറ്റ് കീപ്പേഴ്സായിട്ട്. AM ഗസൻഫാർ, അതുപോലെ CR റഹ്മാൻ, ഷെരീഫ്, ഫരീദ് അഹമ്മദ് മാലിക്, ബിലാൽ സമി എന്നിവരാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി പന്തെറിയുന്ന ODI ബോളർമാർ. അപ്പോൾ ഇന്ത്യക്കെതിരെ ആദ്യമായിട്ടൊരു ഏകദിന പരമ്പര സ്വന്തമാക്കാനുള്ള ശ്രമത്തിലായിരിക്കും അഫ്ഗാനിസ്ഥാൻ. പരമ്പര സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ഒരു മത്സരമെങ്കിലും ജയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.